ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവാൻ ഇന്ന് കാത്തിരുന്നൊരു ദിവസമാണ്. ഇവാൻ്റെ ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ സ്കൂൾ തുറന്ന വീഡിയോ എപ്പോഴാണ് ഇടുന്നതെന്ന് തോന്നരുത്. ഇവാൻ ഇന്നാണ് കേട്ടോ സ്കൂൾ തുറന്നത്. ജൂൺ 12-നാണ് അവൻ സ്കൂൾ തുറന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്ന് ഓർത്തതാണ്. പക്ഷേ രാവിലത്തെ തിരക്ക് കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇറങ്ങുന്ന സമയം തൊട്ടുള്ള വീഡിയോ മാത്രമേ എനിക്ക് അവിടെ തൊട്ടുള്ള വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടോ. ഇവാൻ സ്കൂളിലെത്തിയപ്പോൾ മുതൽ ചോദിക്കുക, അവന് മാം എന്തേ അവൻ്റെ ക്ലാസ് ടീച്ചർ അവിടെ, എനിക്ക് ക്ലാസ് ടീച്ചറിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ഉണ്ട്, നമ്മളിപ്പോഴും വിളിക്കത്തില്ല, നമ്മൾ ആദ്യം ഓഡിറ്റോറിയത്തിലേക്കാണ് വിളിച്ചത്. അവിടെ ചെന്ന് അവിടെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഡിവിഷൻ വൈസ് ഓരോരുത്തരായിട്ട് വിളിച്ച് ഓരോ ഡിവിഷനിലെ പിള്ളേരെ അങ്ങനെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നേരത്തെ ഞാൻ ഒരു മുയലിനെ പോലെ, മുയലോ മിക്കി മൗസോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ആ മുയൽ, അതിൻ്റെ തന്നെ കുറച്ച് 2-3 വെറൈറ്റീസ് കളറിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ബ്ലൂ ഉണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ അതാ റെഡ്. ഇവൻ അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവനാണെങ്കിൽ അതിൻ്റെ അടുത്തോട്ടേ ചെല്ലുന്നില്ല. കുറച്ചങ്ങോട്ട് ചെല്ലും, അതിനെ ജസ്റ്റ് ഒന്ന് തോണ്ടും. അതാണെങ്കിൽ എല്ലാ പിള്ളേരും ഇങ്ങനെ എന്തോ ചൂണ്ടിട്ട് ഇങ്ങനെ കളിക്കാൻ വരുമ്പോഴത്തേക്ക് നല്ല ക്യൂട്ടായിട്ടിരിക്കും. അവിടെ പോയി നിന്നാ മതി. പിള്ളേരും അതിൻ്റെ ഇങ്ങനെ അവർ തല കാത്തി കൊടുക്കുന്നു. ഒന്നും ചെയ്യത്തില്ല അത്. ഞാൻ ഒരു കൈ കണ്ട മുറുക്കി പിടിച്ചിരിക്കുക, പേടിയുണ്ട്. എന്നിട്ട് നിൽക്ക്, എന്നാലല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കണ്ടെങ്ങനെ വാങ്ങിട്ട് ഇണക്കിക്കൊണ്ട് ഇവൻ്റെ അടുത്തോട്ട് വന്നത്. പക്ഷെ ഇവൻ പേടിച്ച് എൻ്റെ അടുത്തോട്ട് കയറി നിൽക്കുക. പിള്ളേർക്കാകുമ്പോൾ പേടി തോന്നുമല്ലോ. അതിങ്ങനെ ക്യൂട്ടായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫങ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രേയർ സോങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് UKG പിള്ളേരുടെ ഒരു ഡാൻസ് പോലെ, ഒരു വെൽക്കം സോങ് പോലെ ഇതാക്കിയിട്ടുണ്ട്. അവർ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് എഴുതി ഓരോരോ കാർഡിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ നമ്മുടെ ഓരോരോ പാട്ട് അത് അയാൾ വയലിനിൽ പ്ലേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവാൻ എപ്പോഴും ഒരു സ്വസ്ഥതയില്ല കേട്ടോ. ഇവാൻ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലാസ്സിൽ പോകണം, മാമിൻ്റെ അടുത്ത് കാണണം, അങ്ങനെയൊക്കെ കുറേ തവണയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചവിടെ ഇരുത്തിയിരിക്കുക. ഞാൻ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, നമുക്ക് മാമിനെ കാണാം, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം, പേടിക്കണ്ട, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും. അവർ ഓരോരോ ഡിവിഷൻ അനുസരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം എയും കെയും, കെ വരെ ഉണ്ട് കേട്ടോ അവിടുത്തെ ഡിവിഷൻസൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോ ഡിവിഷൻ അനുസരിച്ച് അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം അവരുടെ ടീച്ചേഴ്സിൻ്റെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. കണ്ടതേ, അതിൻ്റെ ഒരു മഞ്ഞ കളറിൽ അതിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ ഇവന്. അതങ്ങ് ഫ്രണ്ടിലായതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ബാക്ക് സൈഡിലായിപ്പോയി. അപ്പോൾ ഇത് KG1, അതായത് LKG ടീച്ചേഴ്സിൻ്റെ വകയായിട്ട് ഒരു ഡാൻസും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവന് കാണണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോയിലും പിടിച്ച് നിൽക്കുന്ന പറഞ്ഞാൽ ഒത്തിരി നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കുന്ന കാരണം വരുന്നില്ല. ഇവനും അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്, പക്ഷേ അത് കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ആകുന്നതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ B ഡിവിഷനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് പതിയെ നടന്ന് ഇവൻ്റെ ക്ലാസ് റൂം വരെ എത്തി. ഇങ്ങനെ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ ഒരു ഈ തുണിസഞ്ചിയുണ്ട്, ബിഗ് ഷോപ്പർ പോലെ ഇരിക്കുന്ന കാണാം. അത് അവരുടെ എല്ലാ ബുക്കും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ബുക്കും കൊണ്ടുപോയി അവരുടെ ക്ലാസ് റൂമിൽ വെച്ചിട്ടുണ്ട്. ഇനി നാളെ അവർക്ക് ബാഗും തൂക്കി പോയാൽ മാത്രം മതി, ബുക്സ് ഒന്നും കൊണ്ടുപോകണ്ട. ബുക്സൊക്കെ അവിടെ ഉള്ള കാരണം കുഴപ്പമില്ല. അങ്ങനെ ഇവൻ ക്ലാസ്സിൻ്റെ അകത്തോട്ടൊക്കെ കയറി. അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതാണ് ഇവൻ്റെ ക്ലാസ് റൂം. ഇവൻ്റെ മാം ഇവിടെ എവിടെയോ ഉണ്ട്. എല്ലാവരും കൂടെ നിൽക്കുന്ന കാരണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ട, ഇതെല്ലാം എല്ലാവരുടെയും അവരവരുടെ പേരെഴുതി, ഫുൾ നെയിം എഴുതി, ക്ലാസ്സും ഡിവിഷനും എഴുതിയിട്ടാണ് വെക്കുന്നത്. അതാണ് ഈ കിറ്റ് നിറച്ചും ഓരോ കുട്ടികളുടെ അനുസരിച്ച്. അതൊക്കെ നമ്മുടെ നിന്ന് വാങ്ങിച്ച് അവിടെ വെച്ചു. എന്നിട്ട് ഓരോ കുട്ടികളെ ഓരോ സീറ്റിലേക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കുറേ പിള്ളേർ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്കും പേടിയുണ്ടായിരുന്നു ഇവൻ കരയുമോയെന്ന്. കാരണം എൻ്റെ കസിനിത്തയുടെ മോൻ ഇതുപോലെ അവൻ കരയുന്നില്ലായിരുന്നു, പക്ഷേ അടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ കരയുന്ന കാരണം അവനും കരഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി, ഇവനിനി കരയുമോ. ഞാൻ ഇപ്പോൾ കയറുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു,
ഇവന് കരയരുത് കേട്ടോ, ബാഡ് ബോയ്സാണ് കരയുന്നത്, ഇവൻ ഗുഡ് ബോയ് അല്ലേ, അപ്പം ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ കരയത്തൊന്നും ഇല്ല, ഞാൻ കരയത്തേ ഇല്ല, എനിക്ക് അകത്തോട്ട് കയറണം, മാമിനെ കാണണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ഇരുന്ന് സന്തോഷത്തോടെയൊക്കെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ പേരൻസ് എല്ലാം വീണ്ടും ഓഡിറ്റോറിയത്തിൽ പോയിരുന്നു. പിന്നെ അവർ ഒന്ന് സെറ്റിലായി, അവർ കുറച്ചൊന്ന് കാമായി, എന്ന് വെച്ചാൽ മാമൊക്കെ ടീച്ചേഴ്സൊക്കെ ആയിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പം അവിടെ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്ന് പിന്നെ കുറച്ച് നേരം കുറച്ച് നേരം അവിടെ ഇരുന്നൊക്കെ ചൊറിഞ്ഞ് ഇക്കാണെങ്കിൽ വീഡിയോയ്ക്ക് മുമ്പിൽ വരത്തേ ഇല്ല. അപ്പോൾ ഞാൻ അപ്പം ഫോൺ എടുത്താലും അപ്പം ഇക്ക അങ്ങോട്ട് ഓടും. അപ്പോൾ ഞാൻ ഇക്കയുടെ മുമ്പിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ആൾ മിണ്ടാതെ കുറച്ച് നേരം അവിടെ മിണ്ടാതിരുന്നു. അപ്പം ഇതവിടെ പഠിക്കുന്നൊരു സ്റ്റുഡൻറ്റ് തന്നെ വന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മോനെ ഇവാനെയും കൂട്ടൊന്ന് വിളിച്ച് പുറത്തോട്ട് വന്നപ്പോൾ ഇവാന് ഭയങ്കര ഡൗട്ട്, എന്താ ഇന്ന് ക്ലാസ് ഇല്ലാത്തത്, ഒന്നും പഠിപ്പിച്ചില്ലല്ലോ, എന്താ ഒന്നും പഠിപ്പിക്കാഞ്ഞ്, മാം ഒന്നും പഠിപ്പിച്ചില്ല, അവിടെ നിന്ന് മഞ്ചൊക്കെ തന്നു, ബലൂണൊക്കെ കിട്ടി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവാൻ്റെ സ്കൂള്, കുറച്ചും കൂടി ഉണ്ട്, അത് മൊത്തം കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഇവൻ പോവാന്നൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവാൻകുട്ടീൻ്റെ സ്കൂൾ തുറക്കുന്ന ഫസ്റ്റ് ഡേ ആയിട്ട് ഉള്ള വീഡിയോ ഇതായിരുന്നു. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.